മോനെ ഒരാഴ്ച ഓഫീസിലെ കാര്യങ്ങളൊന്നും വിളിച്ചെന്നെ ശല്യപ്പെടുത്തരുത്. ഞാനൊരു ട്രിപ്പിലാണ്, കുറച്ച് ബിസി ആയിരിക്കും. ചേട്ടാ ഫ്രൈഡേ പ്രസന്റേഷനില്ലേ, ചേട്ടനല്ലാതെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക്? എടാ അതൊന്നും കുഴപ്പമില്ല, ഞാൻ എല്ലാ കാര്യവും അനന്തുവിനെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നീ അവനെ ഒന്ന് കണ്ടാൽ മതി, ജസ്റ്റ് ഒന്ന് അവനെ സപ്പോർട്ട് ചെയ്തെന്ന് കൊടുത്താൽ മാത്രം മതി. ചേട്ടൻ ഒരാഴ്ച ലീവ് എടുത്ത് എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ഒരു ചെറിയ ട്രിപ്പ് പോവാ, കാശ്മീർ. കാശ്മീർക്കോ? ഇതാണോ ചെറിയ ട്രിപ്പ്? എന്നിട്ടെന്താ നമ്മളോടൊന്നും പറയാതിരുന്നേ? ഒന്നും പറയാൻ പറ്റില്ല മോനെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആരൊക്കെ ഉണ്ടപ്പം? ഞാനും എന്റെ ഫ്രണ്ടും പിന്നെ അവന്റെ ഗേൾ ഫ്രണ്ടും. അമ്മ ചേച്ചിയൊന്നുമില്ല. അവളെയൊക്കെ കൂട്ടി പോയി കഴിഞ്ഞാലേ തണുപ്പടിച്ച് ജലദോഷം അടിച്ച് തലവേനെടുത്ത് ഭ്രാന്തായി മോട്ടം മനുഷ്യനെ കൂട്ടും. ഒറ്റയ്ക്ക് പോയി അടിച്ചു പൊളിക്കാനുള്ള പ്ലാൻ ആണല്ലേ? എടാ ഈ കാശ്മീർ ജമ്മു എന്നൊക്കെ പറയുന്നത് കുറെ കാലമായിട്ടുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പിന്നെ ഓഫീസിന്റെ തിരക്കിന്റെ നമുക്ക് മാറി നിൽക്കണ്ടേ, പിന്നെ ഇവിടത്തെ ചില ശല്യങ്ങളിൽ നിന്നും മാറാനുള്ളൊരു പരിപാടി കൂടി ഉണ്ട്. അതാരാ? ഹലോ ഹലോ ചേട്ടാ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും. കാശ്മീറല്ലേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നോക്കടാ, എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ട്രിപ്പൊക്കെ അല്ലേ കാശ്മീർ. ശരി. പേടിക്കാനൊന്നുമില്ല, ബൈക്കിൽ പോയപ്പോഴേ പട്ടി കട്ടൻ ചാടിയതാ. കേറിക്കോട്ടെ? സൂക്ഷിച്ച്. ഇതെന്തേ, എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുമായിരുന്നോ? ചെറിയൊരു ട്രിപ്പ്, കാശ്മീർ വരെ. അടിപൊളി. ഡോക്ടർ പറഞ്ഞേക്കുന്ന 2 ആഴ്ചത്തെ റെസ്റ്റാ. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ലോ? പോകട്ടെ? സന്തോഷം. ശരി എന്നാ പോവാണേ. ശരി, വേഗം ഇഷ്ടപ്പെട്ടോ? ഇതാണോ ഈ എന്തോ പോയ അണ്ണാന്റെ കൂട്ടിരിക്കാന്ന് പറയുന്നേ? ഓഫ്, എന്തൊക്കെയായിരുന്നു. കശ്മീരിൽ ഇപ്പം സ്കേറ്റിംഗ് ചെയ്യാൻ നല്ല രസമായിരിക്കും അല്ലേ? നല്ല വിഷമം ഉണ്ടാവും അല്ലേ? സാരമില്ല, റെസ്റ്റ് എടുക്ക്, അഹങ്കാരം കുറച്ച് കുറയട്ടെ. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇടാമല്ലോ. എനിക്ക് ട്രിപ്പ് പോകാൻ പറ്റാത്തല്ല വിഷമം. 3 ആഴ്ച നിന്റെ മുഖം കണ്ട് ഇവിടെ ഇരിക്കണ്ടേ, അതാലോചിക്കുമ്പോ എനിക്ക്. ഇത്ര ബുദ്ധിമുട്ട് ഇവിടെ നിൽക്കണമെന്നില്ല. താൻ തന്റെ ഫ്രണ്ടിനെ വിട്ടു പോക്കോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ വലിയ റോളൊന്നും ഇല്ലല്ലോ. അവിടെ കിടക്ക്. വയ്യാണ്ട് എങ്ങനെയുണ്ടിപ്പോ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങളിവിടെ ഡൽഹിയിലെത്തി. ഇവിടെ നല്ല തണുപ്പാ. നീ വിഷമിക്കണ്ട കേട്ടോ, അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് പോവാം. ഒരു കണക്കിന് നീയില്ലാത്ത നന്നായി, ഞങ്ങൾക്ക് ഇത്തിരി പ്രൈവസി കിട്ടുമല്ലോ. പിന്നെ അമ്മ വർക്ക് ഫ്രം ഹോം പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഈഗോ ഒക്കെ മാറ്റി നീ ചെന്ന് അവളോട് മിണ്ടാൻ നോക്ക. ഈ അവസ്ഥയിൽ അവിടെ ഉള്ളു നോക്കാൻ, അത് മറക്കണ്ട. കോഫി കുടിക്കേ. ഇനിയിപ്പോൾ എന്നോടുള്ള ദേഷ്യം കൊണ്ട് കോഫി കുടിക്കാണ്ടിരിക്കണ്ട. എനിക്ക് വേണ്ടി അവനും വർക്ക് ഫ്രം ഹോം ഒന്നും എടുക്കണ്ട. എനിക്കാരുടെ സഹായമൊന്നും വേണ്ട, എൻ്റെ നോക്കാൻ എനിക്കറിയാം. ആര് പറഞ്ഞു തനിക്ക് വേണ്ടിയാന്ന്? എനിക്ക് എൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനു വേണ്ടി എടുത്തതാ. പിന്നെ ബാത്റൂമിലോ മറ്റോ പോകണോ? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണമെന്നില്ല, എൻ്റെ നോക്കാൻ എനിക്കറിയാം. ആരുടെ സഹായമൊന്നും വേണ്ട. എന്നെ എന്തേലും ചെയ്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ പിടിക്കാന്ന്. ആരോടെ ഈ ദേഷ്യം? ഇത് തന്നിഷ്ടത്തിന് ഓരോന്ന് കാണിച്ചിട്ട് 3 ആഴ്ച എന്നുള്ളത് 3 മാസമായാലും മാറാൻ പോണില്ല കേട്ടോ. വാ, ഞാൻ പിടിക്കാം. എനിക്ക്
എടാ അവളായതുകൊണ്ടാ. വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്നെ എപ്പോൾ ഇട്ടിട്ട് പോയെന്നറിയോ? എനിക്കും പോയി മിണ്ടണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നിനക്ക് അവളുടെ സ്വഭാവം അറിയില്ലേ? എന്തേലും പറഞ്ഞാൽ ആട്ടി ഓടിക്കും. എന്റെ പൊന്നടാ, നിന്റെ അടുത്തായിട്ടും വൃത്തിയായിട്ട് ഈഗോയൊക്കെയാണ് പ്രശ്നം. കിട്ടാനുള്ളത് കൈയോടെ മേടിച്ചു. നീ ഒന്നും ആലോചിക്കണ്ട, പോയി മിണ്ടാൻ നോക്ക്. നിന്റെ വായിലെ വാക്കിന്റെ തന്നെ അറിയാലോ നിനക്ക്. നോക്കട്ടെ, ഞാൻ വിളിക്കടാ. അവൻ എങ്ങനെ ഉണ്ട് ഇപ്പോ? അല്ല നീ മിണ്ടിയോ? എൻ്റെ പൊന്നേച്ചി, കുഞ്ഞു കുട്ടികൾ ഇവനെ കാട്ടിയും ഭേദമാണ്. അവൻ്റെ വാശിയാ സഹിക്കാൻ പറ്റാത്തത്. എന്തായാലും ഇപ്രാവശ്യം ഞാനായിട്ട് മിണ്ടാനൊന്നും പോണില്ല. എന്നാലും ഇത്രയും ദിവസം നീ എങ്ങനെ അവനോട് മിണ്ടാതിരുന്നടി? ആ കിടപ്പ് കാണുമ്പോൾ പാവം തോന്നി. ഒരു പൊട്ടന. പക്ഷെ നമ്മൾ എല്ലാ പ്രാവശ്യം താന്നോടുത്താലേ ശരിയാവില്ല. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അവൻ ഈ ഷോയൊക്കെ ഇട്ട് നിൽക്കുന്നേ. സ്വയം മനസ്സിലാക്കി വരുന്നുണ്ടേ വരട്ടെ, നോക്കാം. നിന്റെ ഇഷ്ടം പോലെ ചെയ്. എനിക്ക് ബത്തക്ക ജ്യൂസ് കുടിക്കാൻ തോന്നുന്നു. തരാം. ഓക്കെ, നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. അല്ല, കുറെ ദിവസമായില്ലേ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങിയാലോ?
സോറി. സോറിയോ? എന്തു പറ്റിയപ്പോ സോറിയൊക്കെ പറയാൻ തോന്നാൻ? എനിക്കറിയാം തെറ്റൻ്റെ ഭാഗത്താ. അന്ന് ഈ സീനയ്ക്ക് ഇത്രയും വഷളാക്കിയതും ബോറാക്കിയതും ഞാനാ. എൻ്റെ സ്വഭാവം എനിക്കറിയാവുന്ന. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. എടാ ഒന്ന് ക്ഷമിക്കേ. നീ എന്താ മനുവിനോട് പറഞ്ഞ് ചില ശല്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ബ്രേക്ക് എടുക്കണം എന്നല്ലേ? എന്നിട്ട് എന്നെ കൂട്ടാതെ ഒറ്റയ്ക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. അപ്പം അങ്ങനെ പെട്ടെന്നൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. എടി നിന്നെ കൂട്ടാതെ ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തതും പോകാൻ തീരുമാനിച്ചപ്പോഴും നിനക്ക് വിഷമായോ? ആയോ? എടി അതേ അവസ്ഥ എനിക്കും. ഞാൻ എത്ര തവണ വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ എന്ന ജോണിൻ്റെ ബൈക്കിൽ കയറി വന്നപ്പോൾ എനിക്കാകെ, അതുകൊണ്ടാണ് ഞാനന്ന് അങ്ങനെ എൻ്റെ ഒന്ന് പറ്റിപ്പോയതാ. അപ്പൊ പകരം വീട്ടിയതാണല്ലേ? ചെറുതായിട്ട്. ജോൺ എൻ്റെ ടീംമേറ്റ് ആണ്. അപ്പൊ ഞാൻ അവൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ടി വരും. അതിനിപ്പോ എന്താ? എടി അങ്ങനെയൊന്നുമല്ല. ജോണിൻ്റെ സ്വഭാവത്തെപ്പറ്റി കമ്പനികളൊക്കെ സംസാരിക്കുന്നത് നീ കേൾക്കാറില്ലേ? അപ്പം അങ്ങനെ ഒരാളുടെ കൂടെ നീ ബൈക്കിൽ കയറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിയിൽ പോകുന്ന സമയത്ത് നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയില്ലേ? നോക്ക്, അവൻ എങ്ങനെയോ ഉള്ള ആളായിക്കോട്ടെ, അവൻ എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രം നോക്കിയാൽ പോരെ ഞാൻ. പിന്നെ ഞാൻ ആരോടും മിണ്ടണ്ടെന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിൽ നീ കൺട്രോൾ ചെയ്യാൻ വന്നപ്പോൾ എനിക്കിഷ്ടമായില്ല. പിന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒറ്റ കാര്യം എന്നോട് പറഞ്ഞോളൂ, എന്നെ കൺട്രോൾ ചെയ്യാൻ വരരുത്. അപ്പം നീ എന്താ ചെയ്തേ? എടാ എനിക്കറിയാം നമ്മൾ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ലാതെയാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നതെന്നൊക്കെ. എപ്പോൾ വേണമെങ്കിലും ഒരു ബൈ പറഞ്ഞിട്ട് പോകാൻ പറ്റും നിനക്കാണേലും എനിക്കാണേലും. പക്ഷെ നിൻ്റെ കാര്യത്തിൽ പോസിറ്റീവായി തുടങ്ങിയ ഒരു പോയിന്റിൽ അപ്പം എനിക്ക് മനസ്സിലായി നിന്നെ അങ്ങനെ നിൻ്റെ അടുത്ത് ബൈ പറഞ്ഞു പോകാൻ എനിക്ക് അത്ര എളുപ്പമല്ല. സോറി. കൊള്ളാം, നന്നായിരുന്നു. കൊള്ളാം.